അങ്ങനെ ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നേരത്തെ എവിക്റ്റായി പോകേണ്ട ഒരാളാണെന്നാണ് പ്രേക്ഷകർ പലരും പറഞ്ഞത്. അപ്പം നേരത്തെ എവിക്റ്റായി പോയിട്ടുള്ള ഇതിനകത്ത് നമ്മൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 84ാമത്തെ ദിവസം ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥി പുറത്താവുന്ന ആ മത്സരാർത്ഥി പറയുന്നു ഞാൻ എവിക്റ്റ് ചെയ്ത് അൺഫെയർ ആണെന്ന് പറഞ്ഞാൽ 77ാമത്തെ ദിവസം എവിക്റ്റ് ആയാൽ എന്ത് പറയും? ഈ 84 വരെ നിന്ന ആള് PR കൊടുത്തിട്ടാണെന്ന് പറയും. 74 എവിക്റ്റ് ആവുന്ന ഒരാളെ പറ്റിയിട്ട് 70 എവിക്റ്റ് ആവുന്ന ഒരുത്തം പറയും. ഇങ്ങനെ ഓരോ വീക്കിലും എവിക്റ്റ് ആവുന്ന ആൾക്കാർ അകത്ത് നിൽക്കുന്ന ആൾക്കാരെ പറ്റി പരിഹസിക്കും. ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ശോഭ കണ്ടിന്യൂസ് സ്റ്റോറി ഇട്ടേക്കുന്നു. ആര്യൻ എവിക്റ്റായ സമയത്തും PR-നെ കുറിച്ച് പറഞ്ഞേക്കുന്നു. ഇന്ന് രാവിലെ തന്നെ വിനു, അതായത് ഇപ്പൊ അനുമോളുടെ PR ചെയ്യുന്ന വിനു പറഞ്ഞു ശോഭ വിനുവിനെ വിളിച്ചിട്ട് ആര്യന് വേണ്ടി PR ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അഖിലേട്ട. അവൻ തന്നെ വിളിച്ചു പറയുന്നത് അഖിലേട്ട എന്നോട് പറഞ്ഞതാണ്. പിന്നെ പകരം ആര്യന് വേണ്ടി PR ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചത് നമ്മളെ സുജിത്തിനെയാണെന്ന് പറഞ്ഞു ജാങ്കോ സ്പേസിലെ. അപ്പൊ വിനു ചെയ്യാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് ഇപ്പോ അവരിത് പറയുന്നതെന്ന് പറയും. അപ്പൊ അതായത് കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ ജയിപ്പിച്ച ഒരാള് ഇത്തവണ ആര്യന്റെ PR എടുക്കാത്തതിലുള്ള ദേഷ്യം കൊണ്ട് മറ്റൊരാൾക്ക് PR കൊടുത്തതിന് ശേഷം ഇപ്പുറത്തുള്ള ആൾക്കാരെ ആക്ഷേപിക്കുകയാണ്. ഇതിനകത്ത് അപ്പൊ എന്ത് യുക്തിയാണുള്ളത്? 16 ലക്ഷത്തിന്റെ PR ഒക്കെ ആരെങ്കിലും ലോകത്താരെങ്കിലും കൊടുത്തിട്ട് പോകുന്നു? അത്ര വിവരക്കേട് കാണിക്കൂ. നമുക്ക് ഇതിനകത്തൊരു അഷ്യൂരിറ്റി ഒന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പം ഈ സീസണിൽ ഒരു മത്സരാർത്ഥി ഇതാണ് എന്നെ വിളിച്ചിട്ട് അഖിലേട്ട സപ്പോർട്ട് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ PR-നകത്ത് നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്തോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ റെഗുലറായിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നുമോളെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. മത്സരാർത്ഥിയിൽ ഒരു വേണ്ടപ്പെട്ട ആളാണ് എന്നെ വിളിച്ചത്. മത്സരാർത്ഥി ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10-30 ദിവസങ്ങൾക്ക് ശേഷം ഒരു ടെൻഷൻ ഇന്ന ആളെ എവിക്റ്റായി പോകുമെന്ന്. അപ്പം പൈസയൊക്കെ സംസാരിച്ചു. അവസാനം ഇവരുടെ അതായത് കണ്ടിന്യൂസ് ഇവർക്ക് അവർക്കൊരു പേടി, ഈ മത്സരാർത്ഥി പുറത്താകുമോ. അവസാനം ഞാൻ 1-2 പേരത്തൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് 1.5 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരോട് പറഞ്ഞു ഇത്രയൊക്കെ പൈസയോ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എത്ര ഉണ്ട് പെർ ഡേ ശമ്പളം, എത്ര ദിവസം നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ, ഇത് നമുക്ക് കൺവേർട്ടായിട്ട് കിട്ടുമോ, ഇത് ചെയ്യണോ? അവസാനം ഞാൻ മറുപടി കൊടുക്കാതായി. കാരണം എനിക്ക് തന്നെ ഒരു വിഷമം, നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവന്മാർ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടം വരും. അതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ പർട്ടിക്കുലർ മത്സരാർത്ഥി എവിക്റ്റായി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ആകെ ഞാൻ ചെയ്തു തന്നൊരു സഹായം 1.5 ലക്ഷം രൂപ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം പോയാൽ അത്രയ്ക്കുള്ള വലിയ പൈസയൊന്നും കൊടുത്ത് വിടുന്ന അവർ PR ചെയ്യുന്നില്ല. PR ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ തെറ്റ്? അല്ല, ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് PR ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഷോ കാണുന്ന പ്രേക്ഷകരെയൊക്കെ വിഡ്ഢികളാക്കുന്ന ഒരു വിദ്യമല്ലേ. ഈ സീസൺ 5 എനിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചു നോക്ക്. എനിക്ക് ഏതാണ്ട് 80% മുകളിൽ വോട്ട് കിട്ടി. അപ്പോൾ 5 മത്സരാർത്ഥികൾ ടോപ്പ് 5 വരുമ്പോൾ ഒരു മത്സരാർത്ഥിക്ക് 80% വോട്ടും ബാക്കി 4 പേർക്ക് 20% വോട്ട് കിട്ടും. അപ്പൊ PR ആണോ ജനങ്ങളാണോ നമുക്ക് വോട്ട് ചെയ്യുന്നത്? അതൊക്കെ ഇങ്ങനെ ചുമ്മാതെ വായിക്കൊന്ന് വിളിച്ചു പറയുകയാണ്. പക്ഷേ സീസൺ 6 മത്സരത്തിൽ ജിൻഡോനെ എല്ലാവരും ഇപ്പോഴും ദൂഷിക്കുന്നത് PR-ന്റെ പേരിലാണ്. PR ചെയ്യുന്നൊരു തെറ്റാണോ? സർക്കാരിന് PR ഇല്ലേ? PR ചെയ്യുന്നുണ്ട്. അതെ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ജിൻഡോ PR ചെയ്തിട്ടാണ് ജിൻഡോ നല്ല വിന്നറല്ലെന്ന് ആരാ പറയുന്നത്? സോഷ്യൽ മീഡിയ കാണുന്ന കമന്റ്സ് ആണ്. കാശ് മേടിച്ച് PR ചെയ്ത് വോട്ട് കൊടുക്കുന്നതിന് പരാതി വരുമോ? അപ്പൊ ആർക്കാണ് പരാതി വരുന്നത്? ജെന്യുവിനായിട്ട് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തതാണ്. ജിൻഡോ എന്തുകൊണ്ടാണ് ജയിച്ചത്? ജിൻഡോ ജയിക്കാൻ പലവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, ജിൻഡോ അതിനകത്ത് മികച്ച രീതിയിൽ തന്നെ ഗെയിം കളിച്ചു. നമ്മളെ ഒരാൾ കണ്ടിന്യൂസ് പ്രൊവോക്ക് ചെയ്താൽ നമ്മൾ നിശബ്ദരായിട്ടിരിക്കുന്നത് പോലും ഗെയിമിന്റെ ഭാഗമാണത്. ഇപ്പം സാബുമാൻ ആ ഹൗസിനകത്ത് നിൽക്കുന്നില്ലേ? ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കാൻ തലകുത്തി മറിഞ്ഞ അഭ്യാസമൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് സാബുമാൻ തെളിയിച്ചു തന്നില്ലേ? പണ്ട് നോബി 100 ദിവസം ബിഗ് ബോസിൽ നിന്നില്ലേ? അതേപോലെ പല ആൾക്കാരും ബിഗ് ബോസിൽ സൈലന്റ് ആയിട്ട് നിന്നിട്ടില്ലേ? ഇതൊക്കെ പല കാരണങ്ങളാൽ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് അതിന് PR-ഉം ജനങ്ങൾക്ക് കാശ് കൊടുത്ത് വോട്ടും ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജിൻഡോ ജയിച്ചത് ജിൻഡോ കളിച്ചതുകൊണ്ട് തന്നെയാണ്. അതിന് കാരണം ജാസ്മിനോടുള്ള എതിർപ്പുണ്ട്, ഗബ്രിയോടുള്ള എതിർപ്പുണ്ട്, മറ്റുള്ള പലരോടുള്ള എതിർപ്പുണ്ട്, സിജോയോടുള്ള എതിർപ്പുണ്ട്. അപ്പം ആ മറ്റൊരാളോടുള്ള ഒരു എതിർപ്പ് ഇപ്പുറത്തൊരു മത്സരാർത്ഥിക്ക് സോഫ്റ്റ് കോൺട്രാക്ട് വർക്കൗട്ട് ആകും. ഇതൊരു ജെന്യുവിനാണ്. പക്ഷെ ആ വിജയി ആയിരുന്നു ആ സീസണിലെ വിജയി ആകേണ്ടതെന്നൊക്കെ പ്രേക്ഷകർ ഷോ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാണോ മികച്ചെന്ന് തോന്നുന്നു അവർക്ക് ചെയ്യുക. ജാസ്മിൻ എന്തെല്ലാം ഹേറ്റ് ക്യാമ്പയിൻ ആയിരുന്നു ആ സീസണിൽ. ഇത് ആരെങ്കിലും PR ചെയ്തിട്ട് സംഭവിച്ചതാണോ? അല്ല, ഇവിടുത്തെ സാധാരണ പ്രേക്ഷകർ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു മത്സരാർത്ഥികളെ മറ്റൊരാൾക്ക് വോട്ടായിരിക്കും. അപ്പൊ ഈ ലക്ഷ്മി ആദില നൂറയ്ക്കെതിരെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ലക്ഷ്മിക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട് തോന്നുന്നുണ്ടോ? 100%. അതാണല്ലോ ഞാൻ അന്ന് തുടക്കത്തിൽ റിയാസൊക്കെ പോയി കാണിച്ച വിവരക്കേടെന്ന് അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഒരാളെ എതിർക്കാൻ ആഗ്രഹിച്ചിട്ട് ആ എതിർക്കാൻ ആഗ്രഹിക്കുന്ന ആളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അകത്ത് പോയി കാണിച്ചത്. ആദിലേക്കും നൂറയ്ക്കും പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് അകത്ത് പോയ റിയാസ് ലക്ഷ്മിക്ക് വോട്ട് കൂട്ടി കൊടുത്തു. ഒന്നും ചെയ്യാതിരുന്ന ലക്ഷ്മിക്ക് ആദിലയോടും നൂറയോടും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയോടും ഹേറ്റുള്ള ഒരു വിഭാഗത്തിനെ കൊണ്ട് നേരെ കൊണ്ട് വോട്ട് ചെയ്തു. അപ്പൊ ലക്ഷ്മി ഒന്നും ചെയ്തിട്ടല്ല അവിടെ വോട്ട് കിട്ടിയത്. അങ്ങനെ വോട്ട് വരും.
ചിലര് പറഞ്ഞത് അഖിൽമാരാർ അതൊക്കെ പോയതിനു ശേഷമാണ് ലക്ഷ്മി ആ സ്ഥാനം പറഞ്ഞത്. അത് നിങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ചിലര് പറയുന്നതിന് എനിക്ക് മറുപടി കാണാൻ പറയത്തില്ല. ലക്ഷ്മി നമ്മുടെ സിനിമയിൽ അഭിനയിച്ചാണ്. എനിക്കൊരു മെസ്സേജ് പോലും അയച്ചു പറഞ്ഞിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ പോകുന്നുള്ള കാര്യം. പിന്നെ പൊതുവെ ഒരു മത്സരാർത്ഥികളും എന്നോട് അങ്ങനെ പറയാറില്ല. കാരണം കഴിഞ്ഞ സീസണിൽ പലരും എന്നെ കാണാൻ വിളിച്ചു, ജിൻഡോ ഉൾപ്പെടെ. ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപേ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ കാണാൻ നിന്നിട്ടില്ല. ഈ സീസണിൽ പലരും വിളിച്ചു കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ കാണാൻ നിന്നില്ല. കാരണം എനിക്കറിയാം നമ്മൾ ഇവരുടെ കൂടെ കണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 100% ഇവരെന്ത് ചെയ്യുന്ന പരിപാടിയാണ്. ഇവരകത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ ആളാണ്, സപ്പോർട്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നമ്മുടെ കുറെ ഫാൻ ഗ്രൂപ്പുകൾ, ഫാൻ പേജുകളിലുള്ള ആൾക്കാരെ ഇവർ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, അഖിലേട്ടാ ഇന്ന ആൾക്കാരെ ബന്ധപ്പെട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, എന്നോട് ഇതൊന്നും ചോദിക്കണ്ട. നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക. എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പരിപാടി നമുക്കില്ല. ആരാണോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. അപ്പോൾ അനുമോൾ, ആര്യൻ, ജസീൽ ആദ്യം നമ്മുടെ ബെഡ്ഷീറ്റ് പുറത്തു വിടുന്നൊരു പ്രശ്നം പറഞ്ഞു. ഞാൻ അനുമോളെ എതിർത്തല്ലേ സംസാരിച്ചത്. ആര്യനും ജിസയിലും ഉമ്മ വെച്ചാൽ എന്താ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചത് അനുമോളെ എതിർത്തുണ്ടല്ലേ. ഇപ്പോഴത്തെ വിഷയത്തിൽ നെവിന്റെ ഒരു പർട്ടിക്കുലർ വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ അനുമോളുടെ ഭാഗത്താണ് ശരി. ആ വിഷയത്തിൽ എന്ന് കരുതി എല്ലാ വിഷയത്തിലും അനുമോള് ശരിയാവണമെന്നൊന്നുമില്ല. ഷാജഹാനോ ഷാനവാസ് തമ്മിലുള്ള വിഷയം അത് ശരിക്കും നെവിൻ പുറത്താവേണ്ടതായിരുന്നു എന്നുള്ള ചർച്ചകളാണ് വരുന്നത്. അല്ല, നെവിൻ ആക്ച്വലി നൂറായുടെ വർത്തമാനം കേട്ടിട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ്. അവിടെ അയാൾ ഗെയിമർ അല്ല. നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പം ഗെയിം കളിക്കും, അല്ല ക്രിക്കറ്റ് കളിക്കും. ഞാനൊരു നല്ല പന്തെറിഞ്ഞു, ഞാൻ ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എതിർ ടീമിന്റെ ഓണർ വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ എന്റെ ടീമിന്റെ ഓണർ വന്ന് പറയുകയാണ്, അഖിലെ പുള്ളി ഒന്നുകൂടെ ബാറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരാളുടെ ബൗളിങ്ങിനെ അടച്ചാക്ഷേപിക്കുകയാണ്. അല്ലെങ്കിൽ അതിനൊരു ഒരു വിലയില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാക്കിയത്. ബിഗ് ബോസിൽ 2 മത്സരാർത്ഥികൾ ചേരുമ്പോൾ നൂറയുടെ ഗെയിമാണത്. അവൻ ഇന്നലകളിൽ പറഞ്ഞൊരു വാക്കിനെ എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവനെ ഇമോഷണലി ബ്രേക്ക്ഔട്ട് ആക്കിക്കൊണ്ട് ആ ഹൗസിൽ നിന്ന് അവനെ ഇറക്കി വിട്ടെങ്കിൽ അത് ഇവിടുത്തെ ഒരു മത്സരാർത്ഥിയുടെ മികച്ച ഗെയിം പോയിന്റ് ആണ്. അതിനെ ഒന്നുമല്ലാതാക്കി കളഞ്ഞത് ബിഗ് ബോസ്. ഇറങ്ങിപ്പോയവനെ എന്തിനു തിരിച്ചു തരണം? അതല്ലേ ഈ ഷോ. ഇവിടെ ഞാൻ ഹൗസിൽ പോകുമ്പോൾ എന്റെ ഓപ്പോസിറ്റുള്ള മത്സരാർത്ഥി ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവൻ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ തിരിച്ചകത്ത് കയറ്റുന്നത് ശരിയല്ല. അവിടെ തന്നെ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി പരാജയപ്പെട്ടു. പിന്നെ തിരിച്ചു കയറി വന്ന അതിനുശേഷം നടക്കുന്ന ഈ പാലറിയുന്ന വിഷയമാണ്. അതിപ്പോൾ ഞാൻ പറയും, ഇതിനകത്ത് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന നല്ല പ്രശ്നം. ഫിസിക്കൽ അസോൾട്ടിനെ കാര്യം വലുതാണ് മെന്റൽ അസോൾട്ട് എന്ന് പറയുന്നത്. നമുക്കൊരാളെ തകർക്കാൻ ശാരീരികമായിട്ട് ഉപദ്രവിക്കണമൊന്നുമില്ല. ഇവിടെ ഇപ്പം പാലിന്റെ കവർ എടുത്തെറിഞ്ഞു ഇല്ല എന്നുള്ളതല്ല, ഒരിക്കൽ ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നും അങ്ങനെ ഒരാൾ താഴെ വീഴുമ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി എടുക്കണം. അത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തനം എടുക്കണം. അത് ഷാനവാസിന്റെ ഡ്രാമ ആകാം, പക്ഷെ നമ്മളങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ വളരെ ആരോഗ്യത്തോടു കൂടി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ടക്കനെ നമ്മുടെ മുമ്പിൽ കുഴഞ്ഞു വീഴുമ്പം അത് നമ്മൾ ആദ്യം അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അയാളെ പരിഹസിക്കുകയോ കളിയാക്കുകയോ എന്തോ ചെയ്തു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പാലിന്റെ കവർ എടുത്തെറിഞ്ഞുകൊണ്ടായ ഒരു വലിയ ഷോക്കല്ല അവിടുത്തെ പ്രശ്നം. ഓൾറെഡി ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറ്റാക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് ഹൗസിനുള്ളിൽ വെച്ച് അയാൾ കഴിഞ്ഞ 10-75-80 ദിവസമായിട്ട് മെന്റലി ഹൈലി പ്രഷറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞ ലാലേട്ടൻ വന്നൊരു എപ്പിസോഡിൽ അയാളെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അയാളുടെ മാനസികാവസ്ഥ ഭയങ്കരമാണ്. ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡിപ്രഷൻ വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ വേരിയേഷൻ വന്നാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പോലും നമ്മുടെ ഹാർട്ട് അറ്റാക്കിൽ നയിച്ചേക്കാം. അപ്പൊ ആ നിമിഷം ഷാനവാസിന് എന്താണ് പറ്റിയത് എന്നുള്ള പ്രാധാന്യം കൊടുക്കണം. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതിനെ ആക്ഷേപിച്ച് നടക്കുകയല്ല, അല്ലെങ്കിൽ ഞാൻ ഇതേ ചെയ്തോളൂ എന്ന് പറയല്ല. അടിച്ചിട്ട് വീണതല്ല എന്നുള്ള എല്ലാ ക്യാമറകളും കണ്ടതാണ്. പക്ഷേ ഷാനവാസ് മെഡിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാളാണ്. അങ്ങനത്തെ ഒരാളെ എന്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് കൊടുന്നു എന്നുള്ള ചോദ്യം പലരും പറയുന്നത്. ഈ കേസിൽ ഒരു പാലെറിഞ്ഞ കേസിൽ ഇങ്ങനെ വീഴണമെങ്കിൽ പിന്നെ മുന്നോട്ടുള്ള കളിയിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. മെഡിക്കലി എന്റെ കൂടെ ക്ലബ് ടീം പ്രൊഡ്യൂസേഴ്സ്, നമ്മുടെ CCF പ്രൊഡ്യൂസർ ടീമിൽ കളിക്കുന്ന ജോസഫ് എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്. ഒരു ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്. ബൈപ്പാസ് നെഞ്ച് കീറി സർജറി ചെയ്ത ആളാണ്. എന്നെക്കാളും നന്നായിട്ട് 20 ഓവർ പുള്ളി നിന്ന് ബൗളിങ്ങും ഫീൽഡിങ്ങും ബാറ്റിങ്ങും ചെയ്യും. അതേപോലെ ബ്രെയിൻ ട്യൂമറിന്റെ സർജറി കഴിഞ്ഞ നമ്മുടെ രക്ഷാധികാരി ബൈജു എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ സതീഷ് ചേട്ടൻ 1 വർഷത്തോളം കോമ പോലുള്ള അവസ്ഥ കിടന്ന ഒരാളാണ്. ബ്രെയിൻ ട്യൂമറിന്റെ സർജറി കഴിഞ്ഞ ആളാണ്. അയാൾ നമ്മുടെ ടീമിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അയാൾക്ക് 48 വയസ്സുണ്ട്. ഹാർട്ടിനൊരു പ്രശ്നം വന്നു കരുതി ആരുടെയും ഫിസിക്കൽ കണ്ടീഷൻ ഒന്നും ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. അയാൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഹാർട്ടിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് റിമൂവ് ചെയ്താൽ പൂർണ്ണമായും ഫിറ്റായിട്ട് ജീവിക്കാം. അത്രയും പോലും ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ആളായിരുന്നു ഞാൻ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത്. കാരണം എനിക്ക് അതിനെക്കാട്ടി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും വെച്ചിട്ട് നമുക്ക് ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥിയെ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഷാനവാസ് ഫിസിക്കലി ഫിറ്റ് തന്നെയാണ്. ഇവിടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ആരോഗ്യത്തോണ്ടിരിക്കുന്ന ആൾക്കാർ കുഴഞ്ഞു വീഴുന്നത് ഫിസിക്കലി ഫിറ്റ് അല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും ഫിറ്റാണ്. ഹാർട്ടിനകത്ത് ബ്ലോക്ക് വരാൻ വേണ്ടി ഫിസിക്കൽ ഫിറ്റ്നസ് ഹാർട്ടും തമ്മിൽ എന്തോ ബന്ധം. അനീഷ് എന്ന് പറയുന്ന കോമണർ നല്ല രീതിയിൽ തന്നെ പ്ലേ ചെയ്യുന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്താണ് അനീഷിനെ കോമണറെ കുറിച്ച്? അല്ല, ഈ കോമണർ എന്ന് പറയുന്ന ഒരു വാക്കെടുത്ത് ഉപയോഗിക്കുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല. അനീഷ് എന്ന് പറയുന്ന ഒരു ഗെയിമർ അയാൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അനീഷ് എന്ന് പറയുന്ന ആളെ എനിക്ക് കോമണറായിട്ട് അത് ഞാൻ കാണുന്നില്ല. ഓൾറെഡി
പുള്ളിക്ക് ഇപ്പം സെൽമി ആൻസർ പോലത്തെ ഷോകളിൽ വന്നിട്ടുള്ള ആളാണ്. അതേപോലെ കഴിഞ്ഞ സീസണുകളിൽ ഓഡിഷനിൽ പോയിട്ടുള്ള ആളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം നമ്മൾ കോമഡർ എന്തിനാണ് അവിടെ? 18 പേര് തുല്യരാണ്. കയറാനുള്ള ഒരു എൻട്രി മാത്രമാണ് ഈ കോമഡർ എന്ന് പറയുന്ന ഒരു പരിഗണന മാത്രമാണ് അത്. ആ പരിഗണനയിൽ പോലും എനിക്ക് 100% വിശ്വാസമൊന്നുമില്ല. മേ ബി അയാളുടെ നല്ലൊരു മത്സരാർത്ഥി ആയതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ അയാളെ ഉൾപ്പെടുത്തി ഷോയിലേക്ക് കയറ്റിയതാകാനാണ് സാധ്യത. അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ സീസണിലും അനുപത്ത സീസണിലും ഓഡിഷനിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക? പക്ഷെ അതിനേക്കാൾ ഉപരി അയാൾ ഗെയിം കളിക്കുന്നു മറ്റുള്ള മത്സരാർത്ഥികളെ പോലെ. അല്ലെങ്കിൽ അയാളെ കുറച്ചും കൂടി ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനായിട്ട് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ല, അവർ കുറേ സീസണുകൾ വർഷങ്ങളായിട്ട് ഒരുപാട് സീസണുകളൊക്കെ കണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യം ചെയ്താൽ അതിന് പ്രയോജനം ഉണ്ടാകുമെന്ന് അറിയാൻ ശേഷിയുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവുമായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ സ്ട്രാറ്റജി ഒന്നും വന്ന ആളാണ്. നമ്മൾ നമ്മുടെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത്. ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് ഒരു ഈസാണോ ഷൂട്ട് ചെയ്യുന്നത്? പലർക്കുള്ള ഡൗട്ടാണ്. അതെ, അപ്പോൾ എനിക്കൊന്ന് വെള്ളിയാഴ്ച അപ്പൊ ബാക്കിയുള്ള പോർഷൻസ് കാണുന്നില്ലല്ലോ അന്നത്തെ ദിവസം ലൈവ് ഇല്ലല്ലോ. ലൈവ് ഇല്ല. അപ്പൊ അന്നത്തെ ഗെയിം കാര്യങ്ങളൊന്നും അല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവർ അവിടെ ഒരുങ്ങിക്കെട്ടി ഇരിക്കുകയല്ലേ. പിന്നെ വേറെ കണ്ടന്റൊന്നും വരത്തില്ല ഓട്ടോമാറ്റിക്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ രാവിലെ 10 മണിക്ക് നമ്മൾ റെഡിയായി കഴിഞ്ഞാൽ അല്ല അവിടെ ലിവിംഗ് റൂമിൽ പോയിരിക്കുകയാണ്. ലിവിംഗ് റൂമിൽ പോയിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര അടിയോ വഴക്കോ ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിൽ കണ്ടന്റൊന്നും കാണത്തില്ല. ഒരു ലാലേട്ടനെ വെയിറ്റ് ചെയ്ത് നമ്മളിരിക്കുകയാണ്. ഏകദേശം ഒരു 1:30 ആകുമ്പോഴത്തേക്ക് രാവിലത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 2:30-3 മണിയൊക്കെ ആകുമ്പോൾ